ഹലോ ഗൈസ്, അപ്പോൾ നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതാ ചിക്കൻ എല്ലാം കഴുകിയാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ആദ്യം ഇട്ട് വെച്ചതാണ്. അതിലേക്ക് ഇതാ കുറച്ച് വറുത്ത മല്ലിപ്പൊടിയും പിന്നെ ഇതാ ചിക്കൻ മസാലയും കൂടി ഇട്ട് പെരക്കി വെക്കുക. എന്നേരം ഓർമ്മ വന്നാൽ കുറച്ച് തൈരും കൂടി ഇട്ടാൽ സെറ്റ് ആവുമല്ലോ എന്ന്. അപ്പോൾ ഇതാ കുറച്ച് തൈരും കൂടി ഇട്ട് അതും നല്ലോണം പെരക്കി അവിടെ നിൽക്കട്ടെ. അത് കുറച്ച് സമയം. ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളി മുറിക്കണം. കാണുന്നില്ലേ ഉള്ളിയെല്ലാം തുള്ളി തുള്ളി ഇരുന്നത്. അങ്ങനെ ഒരു 3-4 ഉള്ളി മുറിക്കും. അമ്മയാണ് തേങ്ങ ചിരകി വറുത്ത് തന്നത്. അതുകൊണ്ട് ആ പണിയുടെ ഒഴിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ചിക്കൻ ഒന്ന് വേവിക്കണം. അതുകൊണ്ട് ഉള്ളി നേരത്തെ മുറിച്ചാണ്. അതിലേക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും ചിക്കനും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നേരെ ഗ്യാസിലേക്ക് വെക്കും. ഇനി നമുക്ക് വിസിൽ വരാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അത് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വറ്റിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പൊക്കെ ഒന്ന് അരച്ചെടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതാണ് നമ്മൾ തേങ്ങ വറുത്തതും കൂടെ അരച്ചിട്ട് അതിലേക്ക് ആക്കുക. അതെല്ലാം ഒന്ന് തിളച്ച് വരട്ടെ. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്താൽ നമ്മൾ ചിക്കൻ കറിയുടെ റെഡിയായി. അങ്ങനെ ചിക്കൻ കറിയൊക്കെ സെറ്റായി കിട്ടിയ സമയത്തിന് മാവും പൊറോട്ടയെല്ലാം കൊണ്ടുവരുന്നു. പിന്നെന്താ വേണ്ടല്ലേ. അപ്പോൾ ചിക്കൻ കറിയെല്ലാം നല്ല ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ശരി, നമ്മളിതെല്ലാം ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.